ജോർജറ്റിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി പാറ്റേണിൽ വന്നിട്ടുള്ള സൽവാർ സൂട്ടാണ് കേട്ടോ കാണാൻ പോകുന്നത്. 4 ഷെയ്ഡ്സിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു പിങ്കാണ്. പിങ്കിനകത്തേക്ക് ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി പാറ്റേൺ, അത് നല്ലൊരു കോൺട്രാസ്റ്റ് പാറ്റേണിൽ കുറച്ചും കൂടി ലൈറ്റർ ടോണിലെ പിങ്കും മെറൂണും ഗ്രീനും കൂടി വന്നിട്ടുള്ള കോമ്പിനേഷനാണ് നമുക്ക് യോക്ക് പാറ്റേൺ വന്നിരിക്കുന്നത്. 2.5 ആണ് ടോപ്പ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും ജോർജറ്റിൽ തന്നെ സ്കാലപ്പ് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതുപോലെ വൺ സൈഡിൽ നമ്മൾ ടോപ്പിൽ വന്നേക്കുന്ന അതേ പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് വർക്കാണ് വന്നേക്കുന്നത് കേട്ടോ. ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് വൺ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഗ്രീൻ ഷെയ്ഡിൽ സ്കാലപ്പ് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സെൻറ്റർ പോർഷനിലെല്ലാം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ലൈനിങ് വരുന്നുണ്ട്. ബോട്ടം ഷാൻഡൂൺ ആണ് ഫാബ്രിക്. ജോർജറ്റ് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. സെയിം കൈൻഡ് ഓഫ് യോക്ക് വർക്കാണ്. ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് നല്ല കോൺട്രാസ്റ്റ് കളർ പാലറ്റിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ചെറിയ ചെറിയ സീക്വൻസിങ് കൂടി ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട ജോർജറ്റിൽ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ 2 സൈഡ്സിലും സ്കാലപ്പ് ഫിനിഷ് ചെയ്ത് വന്നിട്ട് വൺ സൈഡിലേക്ക് ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതുപോലെ സ്കാലപ്പ് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ള സൈഡ്സും ബോട്ടവും ലൈനിങ്ങും ഷാൻഡൂണിൽ വരുവേ. നെക്സ്റ്റ് വന്നിരിക്കുന്ന ജോർജറ്റിൽ നല്ലൊരു ബ്രൗൺ ടോണാണ്. ബ്രൗണിലേക്കും നമ്മൾ റെഡ് ഡാർക്ക് മെറൂണും പിങ്കും ഗ്രീനും കൂടി വന്നിട്ടുള്ള കോമ്പിനേഷൻ തന്നെയാണ് ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ വരുന്നത്. ഇതാണ് ദുപ്പട്ട. 2 സൈഡ്സിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ്. ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതുപോലെ വരും കേട്ടോ. സ്കാലപ്പ് ഫിനിഷ് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ട. ബോട്ടം ലൈനിങ് നമുക്ക് ബ്രൗൺ ടോണിൽ ഷാൻഡോണിൽ വരും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു വയലറ്റ് ഷെയ്ഡാണ്. ക്രോസ് സ്റ്റിച്ച് പാറ്റേൺ തന്നെയാണ് യോക്കിലേക്ക് വരുന്നത്. കോൺട്രാസ്റ്റ് പാറ്റേണിൽ വന്നിട്ടുള്ള ക്രോസ് സ്റ്റിച്ച് വർക്ക് ടോപ്പിലും ദുപ്പട്ടയിലും വന്നിട്ടുണ്ട്. അതാണ് ദുപ്പട്ട. ഇതുപോലെ ബോട്ടം ലൈനിങ് നമുക്ക് ഷാൻഡൂണിൽ വരും. കോട്ട ക്രോഷ്യയിൽ വന്നിട്ടുള്ള സെറ്റ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വയലറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഹാൻഡ് ബെറ്റിക് പ്രിൻ്റ് ആണ് വന്നേക്കുന്നത്. ബാക്കിലേക്ക് നമുക്ക് ഈ ഒരു പാറ്റേൺ വരും. ഫ്രണ്ടിലേക്ക് യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനിൽ ബെറ്റിക് പ്രിൻ്റ് വന്നിട്ട് അതിൻ്റെ കൂടെ നമ്മളൊരു ക്രോഷ്യോ വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. യോക്ക് പാറ്റേണിൽ ക്രോഷ്യോ ലേസ് വർക്ക് വരും. ബോഡിയിൽ നമുക്ക് ആ ഒരു സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നേക്കുന്നത്. ഇതുപോലെ ബെറ്റിക് പ്രിൻ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ. ദുപ്പട്ട കോട്ടയിൽ തന്നെ വരും. ഷിബോരി പാറ്റേൺ വന്നിട്ട് സൈഡിലേക്ക് നമുക്ക് ബെറ്റിക് പ്രിൻറ്റഡ് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 സൈഡ്സിലും നമുക്ക് ബോർഡേഴ്സ് വരും. വൺ സൈഡിൽ കുറച്ച് വൈഡായിട്ടുള്ള ബോർഡറാണ് കേട്ടോ. വൺ സൈഡിൽ ഇതുപോലെ യോക്കിൽ വന്നേക്കുന്ന ആ ഒരു പാറ്റേണിൽ ബോർഡർ വരുവേ. സെൻറ്റർ പോർഷൻ നമുക്ക് ഷിബോരി പാറ്റേൺ വരും. വയലറ്റ് ആണ് ഷെയ്ഡ്. വയലറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം ഷാൻഡൂണിൽ വരും കേട്ടോ. വയലറ്റ് ടോണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റേർഡ് ടോണാണ്. മസ്റ്റേർഡ് ആൻഡ് വൈറ്റ് ആണ് കോമ്പിനേഷൻ. ഇതുപോലെ യോക്ക് പോർഷനിൽ നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ടൊരു ഹാൻഡ് ബെറ്റിക് പ്രിൻ്റ് വന്നിട്ട് ക്രോഷ്യോ വർക്ക് ഇൻ ബിറ്റ്വീൻ കൊടുത്തിട്ടുള്ള പാറ്റേണിലാണ് ടോപ്പ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് മാത്രമാണ് നമുക്കൊരു ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത്. ദുപ്പട്ട കോട്ടയിൽ തന്നെ 2 സൈഡ്സിൽ നമുക്കിങ്ങനെ ബോർഡേഴ്സ് വന്നിട്ട് ഷിബോരി പാറ്റേണിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ. മസ്റ്റേർഡ് ടോണിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം ഷാൻഡൂണിൽ വരുവേ. സെയിം ടോൺ ബോട്ടം.